സോ ഗൈസ് നമുക്കിനി ഈ ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുമ്പോൾ നമുക്കിവിടെ രണ്ട് റിക്വയർമെൻ്റ് ആണുള്ളത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ ഓർമ്മ വേണ്ട? SOPL SOFP രണ്ടും എവിടെയൊക്കെ OC ചെയ്യും, എവിടെയൊക്കെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ആൻഡ് ടുഗദർ വിത്ത് സപ്പോർട്ടിങ് കാൽക്കുലേഷൻസ്. സോ ഈ ക്വസ്റ്റ്യൻ വായിക്കാം. TC has a defined benefit when prepare financial statement to 31st March each year. The following information is relevant ended 31st March 20x3. നമ്മളോട് 31st March 20x3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് പെൻഷൻ ഒബ്ലിഗേഷൻ ഓഫ് 31st March 20x3 is 55 million. ഒബ്ലിഗേഷൻ അല്ല നിൽക്കുന്നത്, നെറ്റ് ഒബ്ലിഗേഷൻ, ദാറ്റ് ഈസ് അസറ്റ് ആൾറെഡി ഒബ്ലിഗേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ്. ആൻഡ് 31st March 20x2 the net obligation is 48 million. Comprising the present value of the plan obligation at 100 million. So 48 million ആണ് ഓപ്പണിംഗ് ബാലൻസ്, അതും നെറ്റ് ആണ്, നെറ്റ് ഒബ്ലിഗേഷൻ ആണ്. ആൻഡ് ഇവിടെ പ്ലാൻ ഒബ്ലിഗേഷൻ സ്റ്റാറ്റഡ് ആസ് ഇതെങ്ങനെ 48 കിട്ടിയെന്നാണ് പറയുന്നത്. പ്ലാൻ അസറ്റ് 100 ഉണ്ട്, ഒബ്ലിഗേഷൻ 100 ഉണ്ട്, അസറ്റ് 52 million ആണുള്ളത്. പിന്നെ നമുക്ക് വേണ്ട ഡിസ്കൗണ്ട് റേറ്റ് 6.25 വന്നിട്ടുണ്ട്. ആൻഡ് ആക്ച്വൽ റിട്ടേൺ ഓൺ പ്ലാൻഡ് അസറ്റ് ഫോർ ദി ഇയർ വാസ് 4 million. നമുക്ക് എത്രയാണ് ശരിക്കും റിട്ടേൺ കിട്ടിയത്? 4 million ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദ കറന്റ് സർവീസ് കോസ്റ്റ് വാസ് 12 million. ആൻഡ് TC ഗ്രാൻഡഡ് അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് ഇവിടെ ഈ അഡീഷണൽ ബെനിഫിറ്റ് ആണ്. നമ്മുടെ അഡീഷണൽ ബെനിഫിറ്റിന്റെ പറയുന്ന പേരെന്താണ്? പാസ് സർവീസ് കോസ്റ്റ്, ദാറ്റ് ഈസ് 4 million. ഓക്കെ. ആൻഡ് ഡ്യൂറിംഗ് ദി ഇയർ TC made a pension contribution of 8 million into the scheme and the scheme paid a pension benefit in the year ended amounting to 3 million. So നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഒബ്ലിഗേഷൻ 48 ആണ്. ഈ 48ൻ്റെ 6.25% നെറ്റ് ഇൻട്രസ്റ്റ് വരും. ആൻഡ് അപ്പോൾ സാറേ ഇതിൻ്റെ അടുത്തൊരു 4 million ഉണ്ട്, അതിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ നമുക്കില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യന് വേണ്ട സാധനം നമ്മൾ എടുക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക. ആൻഡ് സർവീസ് കോസ്റ്റ് 2 ഉണ്ട്. ഇവിടെ ഒരു സർവീസ് കോസ്റ്റ് 12 million തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ബെനിഫിറ്റ് പാസ് സർവീസ് കോസ്റ്റ് എത്രയാണ്? പാസ് സർവീസ് കോസ്റ്റ് 4 million. സോ ടോട്ടൽ 16 million വരും. ലെസ് കോൺട്രിബ്യൂഷൻ എത്രയാണ്? 8 million. ആൻഡ് നമ്മൾ എത്ര ബെനിഫിറ്റ് പേ ചെയ്തിട്ടുണ്ട്? ബെനിഫിറ്റ് പെയ്ഡ് ഈസ് 3 million. ബട്ട് വാട്ട് എവർ നമ്മൾ 3 - 3 0 ആവും, റൈറ്റ്? അങ്ങനെ നമുക്ക് 59 ആണ് ക്ലോസിംഗ് വരേണ്ടത്. പക്ഷേ നമ്മുടെ ആക്ച്വലി പറയുന്നത് 55 ആണ് വരേണ്ടത്. സോ റീമെഷർമെൻറ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 4 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. സോ ഈ 4 എവിടെ പോവും? OC ഐയിൽ പോവും. ആൻഡ് ഇതാണ് ഇനി നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് എവിടെ പോവും? SOPL, സർവീസ് കോസ്റ്റും SOPL. ഇനി ശ്രദ്ധിക്കാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് അപ്ലൈ ടു ദ നെറ്റ് ഒബ്ലിഗേഷൻ ബോട്ട് ഫോർവേഡ്. നമ്മളെങ്ങനെയാണ് നെറ്റ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചത്? നെറ്റ് ഒബ്ലിഗേഷൻ്റെ പുറത്തല്ലേ? എങ്ങനെ കണ്ടുപിടിച്ചത്? 3 million കിട്ടിയത് 48 million into 0.0625. ദിസ് വിൽ ഗോ ടു SOPL. നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. ദ കറണ്ട് ഇയർ സർവീസ് കോസ്റ്റ് ടുഗദർ വിത്ത് ദ പാസ് സർവീസ് കോസ്റ്റ് 12ഉം 6ഉം കൂടെ എത്ര വരും? 16 million വരും. ഇത് എങ്ങോട്ട് പോകും? P&L പോകും. To the extent that there has been return on asset excess the amount identified by application of discount rate in the fair value of planned asset, this is a part of remeasurement component. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞത് ആക്ച്വൽ റിട്ടേൺ ഓൺ പ്ലാൻ അസറ്റ് ഈസ് 4 million. ശരിക്കും കിട്ടിയ ഇത് എത്രയാണ്? 4 million ആണ്. ഓക്കെ, ശരിക്കും കിട്ടിയത് 4 million ആണ്. ശ്രദ്ധിച്ചോട്ടോ. സോ നമുക്ക് അസറ്റിൽ ശരിക്കും കിട്ടിയത് എത്രയാണ്? 4 million ആണ്. പക്ഷെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത് എത്രയാണ്? 3.25 അല്ലേ? സോ ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നത് 100 ആണ്. സോ 100 ഇൻറ്റു ഞാൻ കാണിച്ചു തരാം. നെറ്റ് ഇൻട്രസ്റ്റ് എത്ര വരും? ഈക്വൽ ടു 100 ഇൻറ്റു 0.0625 6.25 വരും. സോ ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ നെറ്റ് ഒബ്ലിഗേഷൻ എത്ര വന്നത്? 3 വന്നത്. കറക്റ്റ്. പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അസറ്റിന് കിട്ടിയ റിട്ടേൺ 3.25 അല്ല 4 കിട്ടി എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എത്ര ഡിഫറൻസ് ഉണ്ട്? 4 - 3.25 0.75 ഡിഫറൻസ് ഉണ്ട്. എത്രയുണ്ട്? 0.75 ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മൾ എന്തിൻ്റെ പാർട്ടായിട്ട് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, റീമെഷർമെൻറ്റ് കോമ്പൗണ്ടിൻ്റെ പാർട്ടായിട്ട് ആണ് കാണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? 0.75. ഓക്കെ. സോ കുഴപ്പമില്ല. ആൻഡ് കോൺട്രിബ്യൂഷൻ പെയ്ഡ് ഇൻ ടു ദ പ്ലാൻ ഡ്യൂറിംഗ് ദി ഇയർ 8 million റെഡ്യൂസ് ദി നെറ്റ് ഒബ്ലിഗേഷൻ. സോ കോൺട്രിബ്യൂഷൻ നമ്മൾ പേ ചെയ്യുന്നത് നമ്മുടെ ഒബ്ലിഗേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, -8. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആൻഡ് ബെനിഫിറ്റ് പെയ്ഡ് ഓഫ് 3 million വിൽ റെഡ്യൂസ് ബോത്ത് ദി സ്കീം. അസറ്റും ലാബിലിറ്റിയും കുറയ്ക്കുന്നതുകൊണ്ട് നോ ഇമ്പാക്ട് ഓൺ നെറ്റ് ഒബ്ലിഗേഷൻ.
ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ 31st March വിൽ ഷോ ദ നെറ്റ് ഡെഫിസിറ്റ് ഓഫ് ആക്ച്വലി എത്ര സ്റ്റേറ്റ് ചെയ്തത് 55 അല്ല, അപ്പോൾ അതിലല്ലേ നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യുക. സോ 55 million ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇവിടെയുള്ള ഓരോ ലൈൻ ബൈ ലൈൻ ബേസിസ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അങ്ങ് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സോ ഇനി അടുത്ത് നമുക്ക് അസറ്റ് സീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.